ഇത് ശ്രമിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ കൂട്ടി. നാം ചർച്ച ചെയ്തു വരുന്നത് COVID-19 എന്ന രോഗാവസ്ഥയെക്കുറിച്ചാണ്. ലോകം ഈ മഹാമാരിയെയും അതിജീവിക്കും എന്നുള്ള വിഷയമാണ് നാം ചർച്ച ചെയ്യുക. അതിൻ്റെ ഒന്നാം ഭാഗം കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. പിന്നെ രണ്ടാം ഭാഗത്തിലേക്ക് നാം കടക്കുക. COVID-19 ലോകത്തെ ഈ വിഷയം സുഗ്രാഹ്യമാക്കാൻ വേണ്ടി ശാസ്ത്രീയമായ കാര്യങ്ങളാണ്, ശാസ്ത്രമാണ്, സയൻസാണ്, ആരോഗ്യശാസ്ത്രമാണ്. ഇതിൽ കുറെ കണക്കുകളും കാര്യങ്ങളും എല്ലാം വരും, കുറച്ച് സാങ്കേതിക ശബ്ദങ്ങൾ വരും. അതൊക്കെ വെച്ച് കേൾക്കുന്ന ഒരാളിന്, സാധാരണ ഒരാളിന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ ഇത് സുഗ്രാഹ്യമാക്കാൻ വേണ്ടി കുറച്ച് കാര്യങ്ങൾ ഇവിടെ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. അത് സ്ലൈഡിന്റെ രൂപത്തിലാക്കി വച്ചിരിക്കുന്നത്. കോവിഡിന്റെ ഇന്നത്തെ സ്ഥിതി ഇതാ ഈ സ്ക്രീനിൽ കാണുന്ന സ്ലൈഡില് സംക്ഷിപ്തമായി കാണിച്ചിരിക്കുകയാണ്. അത് നോക്കുക. COVID-19 ദുരവസ്ഥ ലോകം, ഇന്ത്യ, കേരളം, 3 കാര്യങ്ങളാണ് കാണിക്കുക. ലോകത്ത് 515 ലക്ഷം ആളുകൾ കോവിഡ് ബാധിച്ചവരായുള്ളപ്പോൾ ഇന്ത്യയിലെ 86.3 ലക്ഷം, അതായത് 515 ലക്ഷത്തിൽ 86.3 ലക്ഷം ഇന്ത്യക്കാരാണ്. അതിൽ 5 ലക്ഷം പേര് കേരളക്കാരാണ്. മൊത്തം കോവിഡ് ബാധിച്ച രോഗികളുടെ എണ്ണമാണ് ഈ പറയുന്നത്. ലോകത്ത് 13 ലക്ഷത്തോളം ആളുകളുടെ ജീവൻ കോവിഡ് ഇതിനോടകം അപഹരിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ 1,27,815 പേരുടെ ജീവൻ കോവിഡ് കൊണ്ടുപോയി. 1,27,815. അതിൽ 1,742 പേര് കേരളീയരാണ്, മലയാളി, കേരളക്കാർ. ഇത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം നാം പറയുകയുണ്ടായി, നമുക്കൊരു പ്രത്യേക അഡ്വാൻറ്റേജ് ഉള്ളത്. ഒരു അഡ്വാൻറ്റേജും ഒരു ഡിസഡ്വാൻറ്റേജും. 86.3 ലക്ഷം പേര് ഇന്ത്യയിൽ രോഗബാധിതരായുള്ളപ്പോൾ അതിൽ 5 ലക്ഷം പേര് കേരളക്കാരാണ്. അതായത് 6% കേരളീയരാണ്, കേരള സംസ്ഥാനത്തുള്ളത്. കേരളീയരുടെ ഇന്ത്യയിലെ ജനസംഖ്യയിലെ 3% മാത്രം വരുന്ന കേരളീയർ 5 ലക്ഷം പേര് രോഗഗ്രസ്തരായെന്ന് പറയുന്നത് 6%-ഓളം ഈ രോഗം ബാധിച്ചിട്ടുണ്ട്. അതായത് 3%, ജനസംഖ്യയിൽ 3% ഉള്ളവർക്ക് രോഗത്തിന്റെ വ്യാപ്തിയിൽ 6% കിട്ടിയിരിക്കുന്നു എന്നുള്ളത് അല്പം ആശങ്കാജനകമാണ്. 1742 നമ്മളുടെ ആത്മസഹോദരങ്ങൾ ഈ രോഗം നമ്മൾ രക്ഷിക്കും. ഇതാണ് ഈ രോഗത്തിന്റെ ഇന്നത്തെ വ്യാപ്തി. ലോകത്തെ 216 രാജ്യങ്ങളെ കൊറോണ വൈറസ്, COVID-19 എന്ന് ചുരുക്കി പറയുന്ന കൊറോണ വൈറസ് എന്ന രോഗം മുഴുമുഴിയിലാക്കി നിർത്തിയിരിക്കുകയാണെന്നുള്ള സത്യം നാം എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഇത് സംബന്ധിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. ആ സ്ലൈഡിലേക്ക് നോക്കുക. മരണസംഖ്യ 20 ലക്ഷം കടക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നതായി ലോക ആരോഗ്യ സംഘടന സെപ്റ്റംബർ 26 ചൂണ്ടിക്കാട്ടി. ഇപ്പം 13 ലക്ഷം ആളുകളാണ് മൊത്തം ലോകത്ത് മരണത്തെ വരിച്ചിരിക്കുന്നത് COVID-19 ബാധിച്ചു. അത് 20 ലക്ഷമായി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്നത് അത്ര നല്ലതൊന്നുമല്ല എന്നാണ് ഇതിന്റെ സൂചന. ഈ മഹാമാരി നമ്മുടെ രാജ്യത്ത്, ഇന്ത്യയിൽ ഇപ്പോഴും അതിന്റെ വ്യാപനം മൂർധന്യത്തിൽ എത്തിയിട്ടില്ല എന്ന് വേണം കണക്കാക്കാൻ എന്നാണ് വിദഗ്ധർ കരുതുന്നത്. വ്യാപന മൂർധനം എന്ന് പറഞ്ഞാൽ ഇതിനൊരു പീക്കുണ്ട്. ഇതിന്റെ ഗ്രാഫ് ഇങ്ങനെ കൂടി വന്ന നേരത്തെ കേരളത്തിന്റെ ഒരു ഗ്രാഫ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു. അതിൽ കേസുകളുടെ എണ്ണം ഇങ്ങനെ കൂടി വന്ന ഇപ്പം സെപ്റ്റംബർ 15 മുതൽ നവംബർ 10 വരെ ആയപ്പോഴത്തേക്കുന്നത് വളരെ ചാടി മുകളിലേക്ക് കടക്കുന്ന രീതിയിലേക്ക് പെട്ടെന്ന് കൂടുന്നതായിട്ട് നാം കാണുന്നുണ്ട്. ഇന്ത്യയിൽ ഇപ്പോഴും ഇതിന്റെ മൂർധന്യത്തിൽ എത്തിയിട്ടില്ല എന്നാണ് പലരും കരുതുന്നത്. ഇപ്പൊ തന്നെ ധാരാളം കേസുകളുണ്ട്. 86.3 ലക്ഷം ആളുകൾ രോഗം ബാധിച്ചവരായിരുന്നു. അതിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡൽഹി പോലെയുള്ള ഒരു സ്ഥലം ഉദാഹരണം എടുത്താൽ, ഡൽഹിയിൽ ഒരിക്കൽ ഈ രോഗം ഈ പീക്കിലെത്തി, വ്യാപന മൂർധന്യത്തിലെത്തി എന്ന് കരുതി.
കാരണം പിന്നീട് അത് ക്രമേണ കുറയുകയാണ്. അപ്പൊ ഇങ്ങനെ കൂടി ഒരു പരിധി വരെ പോയിട്ട് അത് അതുപോലെ കുറഞ്ഞു താഴേക്ക് വരുമ്പോൾ പ്രശ്നം തീരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ആളുകളെല്ലാം അത് സന്തോഷത്തോടെ കാണുമ്പോൾ പിന്നെ സംഭവിച്ചത് എന്താണ്? ഇപ്പോൾ വീണ്ടും പഴയ പീക്കിനെയും അതിജീവിക്കുന്ന ഒരു പീക്കിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒന്ന് കൂടി കുറഞ്ഞപ്പോൾ എല്ലാം തീർന്നു കരുതിയെങ്കിൽ വീണ്ടും കൂടുന്ന ഒരവസ്ഥ വന്നിരിക്കുകയാണ് ഡൽഹി പോലുള്ള പല സ്ഥലങ്ങളിലും. ഇത് വളരെ ഡിസ്റ്റർബിംഗ് ആണ്. നമുക്ക് ബ്രിട്ടനിലെ സ്ഥിതി ഒന്ന് പരിശോധിക്കാം. ബ്രിട്ടനിലെ ഏപ്രിൽ മാസത്തിൽ 5000 കേസുകളാണ് ഒരു ദിവസം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ഏപ്രിൽ, അതായത് 2020 ഏപ്രിൽ മാസം 5000 കേസുകൾ ദിവസം റിപ്പോർട്ട് ചെയ്യുന്ന ബ്രിട്ടനിൽ ജൂലൈ മാസമായപ്പോഴത്തേക്കും അത് 500 കേസിന് താഴെയെത്തി. വീണ്ടും ഒക്ടോബർ മാസത്തിൽ സമീപകാലത്ത് അത് 1300 മുകളിലേക്ക് പോയി. 5000-ൽ നിന്ന് 500-ലേക്ക്, പിന്നെ 1300-ലേക്ക്. ഇങ്ങനെ പലയിടത്തും ഈ രോഗം അത് കുറഞ്ഞു വരുന്ന തീരാൻ പോകുന്ന ഈ പ്രശ്നം തീരാൻ പോകുന്നു എന്ന് കരുതി മനുഷ്യൻ ആസ്വദിക്കുമ്പോഴത്തേക്കും അത് വീണ്ടും പഴയതിലും അധികം കൂടുന്ന ഒരു പ്രവണത കാണുന്നു എന്നുള്ളത് വളരെ ആശങ്കാജനകമാണ്. ബ്രിട്ടനിലെ പോലെ തന്നെ ഫ്രാൻസിലും സംഭവിച്ചു എന്ന് കാണുന്നു. ഫ്രാൻസിൽ ഏപ്രിൽ മാസം പ്രതിദിന കേസുകളുടെ എണ്ണം ഏതാണ്ട് 9000-ത്തിനടുത്തായി. അത് അവിടുത്തെ ഈ രോഗവ്യാപനത്തിന്റെ പീക്കായി എന്ന് കരുതി. കാരണം ജൂലൈ ആയപ്പോഴേക്കും ഈ 9000-ത്തിൽ നിന്നും കേസുകളുടെ എണ്ണം കുറഞ്ഞ് ഏതാണ്ട് 350-നടുത്ത് വരുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ ഇനി ഇത് താഴ്ന്നതാണ്. ഇത് കൂടി പിടിക്കാവുന്നവരൊക്കെ പിടിച്ചു. ഇനി ഇത് നമ്മെ വിട്ടുപിരിഞ്ഞ് പോകാൻ പോകുന്നു എന്നുള്ള ഒരു സന്തോഷത്തിലായി എല്ലാവരും. എന്നാൽ ഒക്ടോബർ ആദ്യ ആഴ്ച ആയപ്പോഴേക്കും അത് പതുക്കെ കൂടി ക്രമേണ കൂടി ആദ്യത്തെ പീക്കായിരുന്നു 8000-ത്തിൽ നിന്നും പിന്നെയും കടന്ന് 15,000-ലെത്തി. ഇപ്പം പ്രതിദിനം ഫ്രാൻസിലെ കേസുകളുടെ എണ്ണം. സ്പെയിനിലും ഏതാണ്ട് സമാന അനുഭവങ്ങളാണ്. പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത് കാണുന്നു. ഒന്ന് കൂടി ഒരു പീക്കിലെത്തുക, അത് കഴിഞ്ഞത് വളരെ കുറഞ്ഞ എണ്ണത്തിലാകുക. അപ്പൊ എല്ലാം തീർന്നു ആളുകൾ വരുന്ന ഒരവസ്ഥ വരുമ്പോൾ വീണ്ടും ക്രമേണ കൂടി പഴയ പീക്കിലും വലിയൊരു പീക്ക് സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് ഈ രോഗം പോകുന്നു എന്നുള്ളത് ആശങ്ക പരത്തുന്ന ഒരു കാര്യമാണ്. ഇതിന് പുറത്ത് ഇനി വരാൻ പോകുന്ന ശൈത്യകാലമാണ്, വിന്റർ. ഈ വിന്റർ കാലത്ത് പൊതുവെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ കൂടുതൽ കാണുന്ന ഒരവസ്ഥയാണ് റിപ്പോർട്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ കോവിഡ് പോലെയുള്ള ഒരു ശ്വസനേന്ദ്രിയ രോഗം, ഇങ്ങനെ മൂർധന്യത്തിലേക്ക് നിൽക്കുന്ന ഒരു രോഗം വിന്റർ കാലത്ത്, ശൈത്യകാലത്ത് ഇതിലും രൂക്ഷമായുള്ള സാധ്യത ആ നിലയിലും ഉണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇതെല്ലാം വെച്ചുകൊണ്ട് ഇന്ന് കോവിഡ് വരുത്തിയിരിക്കും. ഈ അനുഭവങ്ങളുടെ എല്ലാം വെളിച്ചത്തിൽ, ഈ 11 മാസത്തെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ലോകത്തുള്ള 780 കോടി ജനമുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഭൂരിഭാഗവും സ്വന്തം മനസ്സിലോ അല്ലെങ്കിൽ സ്വന്തം സംസാരത്തിലോ എഴുത്തിലോ പറച്ചിലോ എല്ലാം ഉന്നയിക്കുന്ന കൂടെ ആവർത്തിക്കുന്ന ഒരു ചോദ്യമുണ്ട്: ഇത് മനുഷ്യരാശിയെ തകർക്കുവാൻ വന്നത്, ഇത് നമ്മെ തകർക്കുവാൻ വന്നത്. ഈ അരക്ഷിതാവസ്ഥയിൽ നിന്ന് ലോകം ചിന്തിച്ചു പോവുകയാണ്. എന്നാൽ ഒരു മൈക്രോബയോളജിസ്റ്റ് എന്നുള്ള തലത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ലോകം കോവിഡിനെ അതിജീവിക്കും. ആശങ്കകളെല്ലാം അസ്ഥാനത്തല്ല എങ്കിൽ പോലും ലോകം കോവിഡിനെ അതിജീവിക്കും. അതാണ് നമ്മുടെ ഇതുവരെയുള്ള മഹാമാരികളുടെ ചരിത്രം നമ്മളോട് സൂചിപ്പിക്കുന്നത്, മനുഷ്യവർഗത്തിന്റെ ചരിത്രം നമ്മളോട് സൂചിപ്പിക്കുന്നത്. അതിന് പുറത്ത് മറ്റ് പല കാരണങ്ങളും അതോട് ചേർത്ത് വെച്ച് പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. 21ാം നൂറ്റാണ്ടിൽ സൂക്ഷ്മാണു വിജ്ഞാനം, മൈക്രോബയോളജി ഏറെ വികസിച്ചിരിക്കുന്നു. മൈക്രോബയോളജി ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, അണുസംക്രമണമാണ് സാംക്രമിക രോഗത്തിന്റെ അടിസ്ഥാന കാരണമെന്ന്, കാരണം അണുബാധയാണെന്ന് തെളിയിക്കപ്പെട്ടത് 1876-ലായിരുന്നു. ലൂയി പാസ്റ്ററുടെയും ജർമ്മൻകാരനായ റോബർട്ട് കോക്കിന്റെയും ഒക്കെ വളരെ ശ്രദ്ധേയമായ കണ്ടുപിടുത്തങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു രോഗാണു എന്നുള്ള സിദ്ധാന്തം അംഗീകരിച്ചു. അത് സ്വീകാര്യമായതോടുകൂടി രോഗപ്രതിരോധ രംഗങ്ങളിൽ മനുഷ്യൻ വമ്പിച്ച പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളതെന്നതാണ്. അതിന് സംശയമൊന്നുമില്ല. നാം ശാസ്ത്രയുഗത്തിലാണ് ജീവിക്കുന്നത്. 21ാം നൂറ്റാണ്ടില് അതിന്റെ ചിറകിലേറിയാണ് മനുഷ്യരാശി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്.
ഇന്ന് ഇതുവരെ ഇത് സംഭവിക്കുന്നവരെ അണുസംക്രമണമാണ് സാംക്രമിക രോഗങ്ങളുടെ കാരണമെന്ന് തെളിയിക്കുന്നിടം വരെ മനുഷ്യൻ ശരിക്കും ഇരുട്ടിലായിരുന്നു. ആ ഇരുട്ടിൽ നിന്നും മനുഷ്യൻ പുറത്തേക്ക് വന്ന് ഈ മഹാമാരികളുടെ എല്ലാം പിന്നില്, മഹാമാരികളുടെ ചരിത്രം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആ നീണ്ട ചരിത്രത്തില് ധാരാളം മഹാമാരികൾ വന്നുപോയി. അതിന്റെ എല്ലാം പിന്നില് ഒരു രോഗാണുവായിരുന്നുവെന്ന് അറിയാതെ ഭൂതപ്രേത ബാധയാണെന്ന് ശങ്കിച്ച് മന്ത്രതന്ത്രങ്ങളും മന്ത്രവാദവും ഒക്കെ ചെയ്ത് ദൈവകമാണെന്ന് കരുതി പൂജയും വഴിപാടുകളും നടത്തി മനുഷ്യൻ അങ്ങനെ ഇരുട്ടിത്തപ്പിൽ നടക്കുകയായിരുന്നു അത്രയും കാലം. അതിനുശേഷം ഇത് അണുബാധയാണെന്ന് തെളിയിച്ചതോടുകൂടി കളി മാറി എന്ന് വേണം പറയാം. കാരണം അതുവരെ ഏകപക്ഷീയമായി രോഗാണുക്കൾ മനുഷ്യനെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു. മനുഷ്യന്റെ പ്രത്യാക്രമണം മനുഷ്യന്റെ ഇരുളിലായിരുന്നു, കാര്യത്തില്ല, ശത്രുവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. മനുഷ്യന്റെ പ്രത്യാക്രമണം മുഴുവൻ വിഫലമായി പോയിക്കൊണ്ടിരുന്നപ്പോൾ ആ മഹാമാരികളെല്ലാം വളരെ രൂക്ഷമായി ചില രാജ്യങ്ങളിലെല്ലാം മൊത്തം ജനതയെ സാംക്രമിക രോഗങ്ങള് തുടച്ചു മാറ്റിയ സംഭവങ്ങളും ചരിത്രത്തിൽ പറയുന്നു, സൂചിപ്പിക്കുന്നു. ഇന്ന് അണുസംക്രമണം പഴയതുപോലെ ഏകപക്ഷീയമല്ലെന്ന് സാരം. അന്ന് ഏകപക്ഷീയമായ ആക്രമണം മാത്രമായി. അതുകൊണ്ട് രോഗാണുക്കളിൽ പുതുതായി അവതരിച്ച് ഒരു മഹാമാരിയെ സൃഷ്ടിച്ച് നമ്മളെ പ്രശ്നത്തിലാക്കിയിരിക്കുന്ന കൊറോണ വൈറസിനെ മെരുക്കുവാൻ വൈകാതെ കഴിയുമെന്ന് തന്നെ വേണം പ്രത്യാശിക്കാൻ. കാരണം ഇന്ന് പ്രത്യാക്രമണത്തിനുള്ള ധാരാളം മാർഗങ്ങൾ മനുഷ്യന്റെ ആവനാഴിയിലുണ്ട്. ഇന്ന് പ്രത്യാക്രമണത്തിനുള്ള ധാരാളം മാർഗങ്ങളുണ്ടെന്ന് പറയുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു മഹാമാരി വന്ന് ധാരാളം ആളുകൾ രോഗഗ്രസ്തരാകുമ്പോൾ അവരിൽ നല്ലൊരു ശതമാനം മരണപ്പെടുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ആശങ്ക, ദുരിതം, യാതന, ഇതെല്ലാം നമ്മെ വേട്ടയാടുമ്പോൾ ഈ മരണകാരണങ്ങളിൽ ഒരു നല്ല ശതമാനം സെക്കൻഡറി ഇൻഫെക്ഷൻ കൊണ്ടാണ്. അതായത് ഒരു രോഗം, ശക്തമായ ഒരു രോഗം വന്ന് അതിന്റെ പിടിയിൽ അമർന്ന് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി, നമ്മുടെ ശരീരത്തിന്റെ ശേഷി ക്ഷയിച്ച ഒരു ഘട്ടത്തിൽ ഈ പരിസരത്ത് ധാരാളം രോഗാണുക്കൾ കിടന്ന് വട്ടം കറങ്ങുന്നുണ്ട്. ശരീരത്തിൽ കടന്ന് രോഗം ഉണ്ടാക്കാൻ അവസരം പാർത്ത് നടന്ന അതിൽ പലരും ഈ ശേഷി ക്ഷയിച്ച അവസ്ഥയിൽ നമ്മെ രോഗഗ്രസ്തമാക്കുന്നതിൽ വിജയിച്ചിരിക്കും. അതിനാണ് സെക്കൻഡറി ഇൻഫെക്ഷൻ എന്ന് പറയുന്നത്. പ്രൈമറി ഇൻഫെക്ഷൻ COVID-19 ആയിരിക്കാം. പക്ഷെ അത് ബാധിച്ച് ക്ഷമത നശിച്ച ഒരാളിന്റെ ശരീരത്തിലേക്ക് മറ്റു രോഗാണുക്കൾ, അല്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടായിരുന്ന രോഗം വരുത്താത്ത മറ്റു രോഗാണുക്കൾ ഈ അവസരത്തിൽ രോഗകാരികളായി മാറുന്നതും പ്രശ്നം ഉണ്ടാക്കുന്നതും മരണത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതായി ധാരാളം തെളിവുകളുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അതിന്റെ വെളിച്ചത്തിൽ അത്തരം സെക്കൻഡറി ഇൻഫെക്ഷൻസ് മിക്കവാറും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആകാനാണ് സാധ്യത. അതിനെതിരെ നമ്മളുടെ അടുത്തൊരു ഉദാഹരണം പറഞ്ഞാൽ വളരെ ശക്തിശാലികളായ ആന്റിബയോട്ടിക്കുകളുണ്ട് ബാക്ടീരിയൽ രോഗങ്ങളെ തടയാൻ. വളരെ ഫലപ്രദമായ ആന്റിബയോട്ടിക്കുകളുണ്ട്. അതെല്ലാം ഇന്ന് ഉപയോഗിക്കാൻ കഴിയും. മഹാമാരികളുടെ ചരിത്രം ഞാൻ പറഞ്ഞപ്പോൾ രോഗാണുവാണ് സാംക്രമിക രോഗങ്ങൾക്ക് പിന്നിലെന്ന് മനുഷ്യൻ തിരിച്ചറിയുന്നതിന് മുമ്പത്തെ ആ കാലഘട്ടത്തിൽ ഈ ആന്റിബയോട്ടിക്കുകളോ ഇങ്ങനെയുള്ള യുദ്ധമുറകളോ ഒന്നും മനുഷ്യന്റെ പക്കൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് രോഗാണുക്കൾക്കെതിരെ ഒരു യുദ്ധം നയിക്കുന്നതിന് ആവശ്യമായ ധാരാളം കരുക്കള് മനുഷ്യന്റെ ആവനാഴിയിൽ ഉണ്ടെന്നുള്ള സത്യം ആന്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെ ഉണ്ടെന്നുള്ളതും സാങ്കേതിക പരിജ്ഞാനം വളരെയധികമാണ്. അതുകൊണ്ട് ഈ പുതിയ ആക്രമണക്കെതിരെയും കൊറോണ വൈറസിനെതിരെയും COVID-19 ഒരു വാക്സിനോ ഒരു ചികിത്സാ വിധിയോ ഒക്കെ ഉണ്ടാക്കാൻ ഉള്ള സാങ്കേതിക പരിജ്ഞാനം ഇന്ന് ശാസ്ത്രജ്ഞരുടെ പക്കലുണ്ട്. അതുകൊണ്ട് ഇതിനെ നമുക്ക് മേടിക്കാൻ, ഇതിനെ വൈകാതെ ഈ മഹാമാരിയെയും നിയന്ത്രണത്തിലാക്കാൻ കഴിയുമെന്നുള്ള പ്രത്യാശയാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. എന്തുകൊണ്ട് ഇതിനെതിരെ തക്കതായ ഒരു ചികിത്സയില്ല? എന്തുകൊണ്ട് രോഗപ്രതിരോധത്തിന് ഉതകുന്ന ഒരു വാക്സിൻ ഇല്ല? ഇത് വളരെ പ്രസക്തമായ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. എന്തുകൊണ്ട് ഇതിനെതിരെ തക്കതായ ചികിത്സയില്ല? എന്തുകൊണ്ട് രോഗപ്രതിരോധത്തിന് ഉതകുന്ന ഒരു വാക്സിൻ ഇല്ല? കാരണം നാം ഇന്ന് ധാരാളം ഇൻഫെക്ഷ്യസ് ഡിസീസുകൾക്ക്, അതായത് സാംക്രമിക രോഗങ്ങൾക്കെതിരെ തക്കതായ ചികിത്സയുണ്ട്. ആന്റിബയോട്ടിക്കുകളുടെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ പല മരുന്നുകളുണ്ട്. അതെല്ലാം ശാസ്ത്രത്തിന്റെ പുരോഗതിയിൽ വികസിപ്പിക്കപ്പെട്ടതാണ്.
ഒത്തിരി രോഗങ്ങൾക്കെതിരെ വളരെ ഫലപ്രദമായ, അതായത് ആധുനിക വൈദ്യശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ള പ്രതിരോധ മാർഗങ്ങളിൽ ഏറ്റവും ശക്തിശാലിയാണ് വാക്സിനുകൾ. അതിന് താരതമ്യം ചെയ്യാവുന്ന മറ്റൊരു ആയുധമില്ല. വാക്സിനിലൂടെയാണല്ലോ നമ്മുടെ സ്മോൾ പോക്സ് എന്ന് പറയുന്ന മനുഷ്യന്റെ അതിർന്ന ശത്രുക്കൾ. എത്രയോ കോടി ആളുകളുടെ ജീവനെയാണ് സ്മോൾ പോക്സ് ചരിത്രത്തിൽ അപഹരിച്ചിട്ടുള്ളത് കണക്കില്ല. അങ്ങനെയുള്ള സ്മോൾ പോക്സിനെ ഈ ഭൂമുഖത്ത് ഉന്മൂലനം ചെയ്യുവാൻ നമുക്കൊരു വാക്സിൻ കൊണ്ട് കഴിഞ്ഞു. അങ്ങനെ ധാരാളം ചികിത്സാവിധികളും മരുന്നുകളും രോഗപ്രതിരോധത്തിൽ വരുന്ന ഒന്നാംകിട വാക്സിനുകളും സാങ്കേതിക രോഗ നിയന്ത്രണ രംഗത്ത് വലിയ മാറ്റങ്ങൾ വരുത്തി അനുഭവവേദ്യമായിരിക്കുന്ന ഈ കാലഘട്ടത്തിലും നാം ഒരു കോവിഡിനെ തുടച്ചു നിൽക്കുകയാണല്ലോ. എന്തുകൊണ്ട് ഇതിനെതിരെ തക്കതായ ഒരു ചികിത്സയില്ല? വളരെ പ്രസക്തമായ ചോദ്യമാണ്. എന്തുകൊണ്ട് രോഗപ്രതിരോധത്തിന് ഉതകുന്ന ഒരു വാക്സിൻ ഇല്ല? പ്രസക്തമായ ചോദ്യമാണ്. സാധാരണക്കാരും ഇത് ചോദിച്ചു പോകും, ശാസ്ത്രജ്ഞർ പക്ഷേ ഇത് ചോദിച്ചില്ല എന്നിരിക്കും. അതിന് കാരണമുണ്ട്. ഇത് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഡിസംബർ 2019 ഡിസംബറിലാണ് ഈ വൈറസ് ആദ്യം ചൈനയിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുവരെ ഇനി ആരും അറിയില്ല. ഇതിന്റെ ഗതിവിഗതികളെ കുറിച്ച് അതൊന്നും അറിഞ്ഞുകൂടാ. ഇതിന്റെ സ്വഭാവം എന്താണെന്ന് അറിഞ്ഞൂടാ. ഇത് വരുന്ന രോഗത്തിന്റെ വിവരങ്ങൾ അറിഞ്ഞുകൂടാ. ഇതിനെ ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള ഒരു വൈറസ് ആകസ്മികമായി ലോകത്തിന്റെ ഒരു കോണില് പ്രത്യക്ഷപ്പെടുന്നു. ഭാഗ്യത്തിന് ഇന്ത്യ ശാസ്ത്രയുഗത്തിലാണ് നാം ജീവിക്കുന്നത് പറഞ്ഞല്ലോ. അതുകൊണ്ട് അന്ന് ആ രോഗം വന്ന് ചൈനയിലെ ഹോസ്പിറ്റലുകളിൽ എത്തിയ രോഗികളെ കൈകാര്യം ചെയ്ത ഡോക്ടർമാർക്ക് സംശയം തോന്നി, ഇതെന്തോ അസാധാരണമായ ഒരു രോഗമാണെന്ന് തോന്നുന്നു. എങ്കിൽ അതിനെ ശ്രദ്ധിക്കണം എന്ന് കരുതി അവർ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ചുരുക്കി പറയാൻ അതിലൊന്ന് മനസ്സിലായി, ഇത് കൊറോണ വിഭാഗത്തിൽപ്പെടുന്ന ഒരു വൈറസാണെന്ന് മനസ്സിലായി. ഈ കൊറോണ വിഭാഗത്തിൽപ്പെടുന്ന വൈറസ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ തന്നെ 1965 ഇതിനെക്കുറിച്ച് ആദ്യം ലോകം കേൾക്കുന്നത്. അതൊരു വെറും സാധാരണ കോമൺ കോൾഡ് പോലെ, എന്നാൽ ജലദോഷം പോലെയുള്ള അസുഖങ്ങൾ മാത്രം വരുത്താൻ കഴിയുന്ന വലിയ പ്രശ്നക്കാരൊന്നുമല്ലാത്ത ഒരു വൈറസ് എന്ന രീതിയിൽ മാറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. പക്ഷേ 2002-2003 അവൻ സാർസ് എന്ന് പറയുന്ന വളരെ മാരകമായ ഒരു രോഗാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് 8000 പേരുടെ മരണത്തിൽ കലാശിച്ച ഒരു സംഭവം. അതിന്റെ ശരിയായ വിശ്വരൂപം അവൻ കാഴ്ചവെച്ചു. തന്നെ കൊണ്ടും ഇതൊക്കെ സാധിക്കുമെന്ന് കാണിച്ചു കൊടുത്തു. അതോടുകൂടി കൊറോണ വൈറസിനെ കുറിച്ചുള്ള നമ്മുടെ ആശയഗതി തന്നെ മാറി. കൂടുതൽ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ചപ്പോഴേ ഈ കൊറോണ വൈറസ് ഇങ്ങനെ കൂടെ മാറുന്നതും പുതിയ പുതിയ പതിപ്പുകൾ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലായി. അങ്ങനെ വന്ന ഒരു പുതിയ പതിപ്പാണ് COVID-19. ഇതിനെ പ്രതിരോധിക്കുവാൻ എന്താണ് വഴിയെന്ന് ആലോചിക്കാൻ അതിന് കഴിയണമെങ്കിൽ അതിനെതിരെ ഒരു തക്കതായ ചികിത്സ ഉണ്ടാകണമെങ്കിൽ, കാരണം ഇത് പുതിയതാണ്, നിലവിലുള്ള ഒന്നും ഇതിനെതിരെ പ്രയോജനപ്പെടില്ല. ഇതൊരു വൈറസ് ഡിസീസാണ്. ആന്റിബയോട്ടിക്കുകൾ ഇതിനെതിരെ ഒരു ഗുണവും ചെയ്യില്ല. അതുകൊണ്ട് ഇതിനെതിരെ പുതിയ മരുന്നും പുതിയ വാക്സിനും ഉണ്ടായിത്തീരും. ഇത് ഉണ്ടാകണമെങ്കിൽ ഈ അജ്ഞാതൻ, ഈ പുതിയതായി വന്ന് ഡിസംബർ 2019 മാത്രം ലോകത്ത് ആദ്യമായി അവതരിക്കുന്ന ഈ കഥാപാത്രത്തെ വിശദമായി പഠിക്കേണ്ടിയിരിക്കുന്നു ശാസ്ത്രജ്ഞർക്ക്. അത് പഠിക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ ഇത് ഈ വൈറസിന്റെ ഘടനാവിശേഷങ്ങൾ പഠിക്കണം. ഇതെങ്ങനെ ഒരു കോശത്തിൽ പ്രവേശിക്കുന്നു അതിന്റെ വഴികൾ മനസ്സിലാക്കണം. കോശത്തിൽ പ്രവേശിച്ചത് എങ്ങനെ കോശത്തിന്റെ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് എങ്ങനെ അതിൽ പെറ്റുപെരുകുന്നു എന്നുള്ള വിശദാംശങ്ങളെല്ലാം പഠിക്കണം. അതിനും പുറത്ത് പെറ്റുപെരുകിയിൽ എങ്ങനെ രോഗം വരുത്തുന്നു, ഏതെല്ലാം തരത്തിലാണ് രോഗാവസ്ഥ സൃഷ്ടിക്കുന്നത് എന്നുള്ളതും പഠിച്ച് പൂർത്തിയാക്കിയാൽ മാത്രമേ എവിടെയെല്ലാം ഈ വൈറസിന്റെ കടന്നാക്രമണത്തെ തടയിടാൻ പറ്റും. ശാസ്ത്രത്തിന് അതിന് മരുന്നോ വാക്സിനോ ഉണ്ടാക്കി തടയിടാൻ പറ്റുമെന്ന് ചിന്തിക്കാനും നിശ്ചയിക്കാനും ശാസ്ത്രജ്ഞർക്ക് കഴിയും. ഇതൊക്കെ ചെയ്യാൻ സമയം വേണം. ഇതിനും പുറത്ത് അങ്ങനെയുള്ള പഠനങ്ങളെല്ലാം ഒരു പരിധിക്കപ്പുറം വരെ നടന്നു കഴിഞ്ഞു. അങ്ങനെ തടയിടാനുള്ള ചികിത്സാ വിധികളും വാക്സിനുകളും ഒക്കെ ചിലതെല്ലാം ഉണ്ടാക്കി. ഇങ്ങനെ ഉണ്ടാക്കിയ വാക്സിനുകളും മരുന്നുകളും മനുഷ്യർക്ക് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ അടുത്ത പടിയായി ഈ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞന്മാർക്ക് നല്ലതെന്ന് കരുതുന്ന ഈ പദാർത്ഥങ്ങളെ, വാക്സിനുകളെ അല്ലെങ്കിൽ മരുന്നിനെ ആദ്യം പലതരം മൃഗങ്ങളിലും പിന്നീട് മനുഷ്യരിലും വിശദമായി പ്രയോഗിച്ച് പഠിച്ച് അതിൻ്റെ ഫലവത്തതയും അതിൻ്റെ സുരക്ഷിതത്വവും ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ അത് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കുന്ന തലത്തിലേക്ക് വരാൻ പറ്റൂ. ഇതിന് മൃഗങ്ങളുടെ ടെസ്റ്റിങ്ങിന് സാരമായ പാർശ്വഫലങ്ങളൊന്നും ഇല്ല എന്ന് കണ്ടു. ഇത് തക്കതായ ഫലം തരുന്നുണ്ടെന്നും
മനസ്സിലാക്കിയാൽ പിന്നെ അതിന്റെ വെളിച്ചത്തിൽ ഓരോ രാജ്യത്തെയും ഡ്രഗ് കൺട്രോൾ അതോറിറ്റി, ഡ്രഗ് കൺട്രോൾ വിഭാഗം ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഈ വാക്സിന്റെ അല്ലെങ്കിൽ ഈ മരുന്നിന്റെ ക്ലിനിക്കൽ ട്രയലിനുള്ള അനുമതി നൽകും. മനുഷ്യൻ പ്രയോഗിക്കാനുള്ള അനുമതി, മനുഷ്യനിൽ ഇത് പരീക്ഷിക്കാനുള്ള അനുമതി നൽകും. ക്ലിനിക്കൽ ട്രയൽ 3 ഘട്ടങ്ങളിലായാണ് നടക്കുന്നത്. ഫേസ് 1, ഫേസ് 2, ഫേസ് 3. ആയിരക്കണക്കിന് വോളണ്ടിയർമാരെ, മനുഷ്യരെ, ആരോഗ്യവാന്മാരായ ആളുകളെ സെലക്ട് ചെയ്ത് അവർക്ക് ഈ പറയുന്ന വാക്സിനോ മരുന്നോ കൊടുത്ത് അതിന്റെ ഫലപ്രദത, അതിന്റെ സുരക്ഷിതത്വം, അതായത് പാർശ്വഫലങ്ങളൊന്നും തരുന്നില്ല എന്നുള്ളത്, ഒപ്പം ഇത് എത്ര ഡോസ് കൊടുത്താൽ തക്കതായ ഫലം ഉണ്ടാക്കും, ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കും എന്ന്, ആ ഓരോ ഡോസും തമ്മിൽ എന്ത് അകലത്തിൽ കൊടുത്താലാണ് ഗുണം ചെയ്യുക, ഈ ഉണ്ടാകുന്ന ഇമ്മ്യൂണിറ്റി എത്ര കാലം നിലനിൽക്കും, ഇങ്ങനെയുള്ള ധാരാളം വിവരങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ ആളുകളെ പരിശോധിച്ച് ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. അങ്ങനെ പഠിച്ച് പൂർത്തിയാക്കുന്നതിനെല്ലാം സമയം വേണം. ഈ ക്ലിനിക്കൽ ട്രയലിന് തന്നെ മാസങ്ങൾ വേണം. വൈറസിനെ പഠിക്കാൻ മാസങ്ങൾ വേണം. ഇതെല്ലാം നടന്നു വന്നാൽ മാത്രമേ അങ്ങനെ മനുഷ്യന്റെ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ആയിരക്കണക്കിന് ആളുകൾ ഇത് പ്രയോഗിച്ച് ഇത് ഫലവത്താണെന്നും സുരക്ഷിതമാണെന്നും ഉള്ള കാര്യങ്ങളെല്ലാം ബോധ്യപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ വിവരം ഡ്രഗ് കൺട്രോൾ വിഭാഗത്തിന് സമർപ്പിച്ച് അത് അവരുടെ എക്സ്പേർട്ട് കമ്മിറ്റി പരിഗണിച്ച് അത് കുഴപ്പമില്ലാത്തതാണെന്ന് മനസ്സിലായാൽ മാത്രമേ അതിന്റെ വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഉത്പാദനത്തിനും പൊതുജനങ്ങളിൽ വ്യാപകമായിട്ടുള്ള ഉപയോഗത്തിനും അനുമതി നൽകുകയുള്ളൂ. ഇല്ലെങ്കിൽ അതിനെ തള്ളിക്കളയും. ഇതിനെല്ലാം സമയം വേണം. കോവിഡ്-19 ആദ്യമായി ലോകത്ത് പ്രത്യക്ഷപ്പെട്ടിട്ട് ഇപ്പോൾ വെറും 11 മാസമേ കഴിഞ്ഞിട്ടുള്ളൂ. 11 മാസത്തിനോടകം ഇതെല്ലാം സംഭവിച്ചൊരു വാക്സിനോ തക്കതായ ചികിത്സയോ പ്രയോഗത്തിൽ വരിക എന്ന് പറയുന്ന ചരിത്രത്തിൽ സംഭവിച്ചിട്ടില്ല. അസാധ്യമാണ്. എങ്കിൽ പോലും ഇവിടെ ഇതൊരു പ്രത്യേക രോഗമാണെന്നും ഇത് മാരകമാണെന്നും ഒക്കെ മനസ്സിലാക്കിയപ്പോൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് പഠനം നടത്തി അതിന്റെ ഫലമായി ഇന്ന് 1 ഡസനോളം പുതിയ കോവിഡ് വിരുദ്ധ വാക്സിനുകളാണ് ക്ലിനിക്കൽ ട്രയൽ ഘട്ടത്തിലെത്തി നിൽക്കുന്നത്. ഇതൊരു വലിയ അച്ചീവ്മെന്റ് തന്നെയാണ്. 11 മാസത്തിനുള്ളിൽ ഇതിന് മുമ്പൊന്നും നടക്കാത്തൊരു കാര്യമാണ്. അത്രയ്ക്ക് വേഗത്തിൽ ശാസ്ത്രം ഇതിനെ കൈകാര്യം ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ്. അങ്ങനെ ഇന്ത്യ ഉൾപ്പെടെ എത്രയോ രാജ്യങ്ങളിലാണ് ഇപ്പോൾ കോവിഡ് വാക്സിന്റെ പരീക്ഷണം മനുഷ്യരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 1600 വോളണ്ടിയർമാരെ സെലക്ട് ചെയ്തിരിക്കുകയാണ് ഒരു പ്രത്യേക വാക്സിൻ ടെസ്റ്റ് ചെയ്യാൻ. അതിലെ നമ്മൾ അറിയുന്നത് ഓക്സ്ഫോർഡ് ആസ്ട്രാസെങ്ക വാക്സിൻ എന്ന് പറയുന്നത്. ഓക്സ്ഫോർഡ് ആസ്ട്രാസെങ്ക വാക്സിൻ അത് ബ്രിട്ടനിലും അമേരിക്കയിലും ഇന്ത്യയിലും മറ്റ് പല രാജ്യങ്ങളിലും ഒരേ സമയം മനുഷ്യന് പ്രയോഗിച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ 30,000 ആളുകളെ, ഒരു 1600 ആളുകളെ, അതുപോലെ മറ്റു രാജ്യങ്ങളിൽ ഇവരിലെല്ലാം അത് പ്രയോഗിച്ച് അതിൻ്റെ എല്ലാം ഡേറ്റ കളക്ട് ചെയ്ത് ഡ്രഗ് കൺട്രോളിന് സമർപ്പിക്കുമ്പോൾ അത് ഗുണഭോക്തൃ സുരക്ഷിതത്വം ഇത് രണ്ടും ഉറപ്പുവരുത്തുന്ന പക്ഷം അതിൻ്റെ വ്യാവസായിക ഉൽപ്പാദനത്തിനും അതിൻ്റെ പൊതുജനങ്ങളിലുള്ള ഉപയോഗത്തിനുമുള്ള ലൈസൻസ് ലഭിക്കും. അപ്പോൾ അത് ആ അടിസ്ഥാനത്തിൽ വരുന്ന ഒരു 2, 3, 4 മാസത്തിനുള്ളിൽ ഫലവത്തായ ഒരു വാക്സിൻ കോവിഡിനെതിരെ ഉപയോഗത്തിൽ വരുന്നത് ന്യായമായും പ്രതീക്ഷിക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞുമാണ്. ഇതിനു പുറമെ ഇന്ത്യ ഇന്ന് ഈ വാക്സിൻ റിസർച്ചിന്റെയും വാക്സിൻ ഉൽപാദനത്തിന്റെയും മുൻപന്തിയിലാണ്. കോവിഡ് വാക്സിൻ നിർമ്മിക്കുന്നതിന് ഓക്സ്ഫോർഡ് ആസ്ട്രാസെങ്ക വാക്സിന്റെ ടെസ്റ്റിങ്ങിനും അതിന്റെ നിർമ്മാണത്തിനും എല്ലാം പൂനെയിലുള്ള സീറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ മുൻകൈയെടുത്ത് മുമ്പിൽ തന്നെയുണ്ട്. ഒരു വർഷം 200 മില്യൺ ഡോസുകളെങ്കിലും ഉത്പാദിപ്പിക്കാൻ ആ സ്ഥാപനത്തിന് കഴിയുമെന്ന് അവർ അവകാശപ്പെടുന്നു. ഇതിനു പുറത്ത് ഇന്ത്യയുടെ അച്ചീവ്മെന്റ് ഈ രംഗത്ത് നമ്മുടെ ഹൈദരാബാദിലുള്ള ഭാരത് ബയോടെക് എന്ന സ്ഥാപനം, പ്രൈവറ്റ് സ്ഥാപനം, അവർ സ്വന്തമായി കോവിഡിനെതിരെ ഒരു വാക്സിൻ വികസിപ്പിച്ചതും സൈഡസ് കാഡില എന്ന് പറയുന്ന അഹമ്മദാബാദിലെ കമ്പനി വികസിപ്പിച്ച ഒരു വാക്സിനും വേറൊരു പ്രസ്ഥാനം വികസിപ്പിച്ച 3ാമതൊരു വാക്സിൻ, അങ്ങനെ 3 വാക്സിനുകൾ ഇന്ത്യയിൽ നിന്നും കോവിഡിനെതിരെ ക്ലിനിക്കൽ ട്രയൽ സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ റഷ്യ വികസിപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന സ്പുട്നിക് 5 എന്ന് പറയുന്ന വാക്സിൻ, കോവിഡ് വാക്സിൻ ഇന്ത്യയിൽ ക്ലിനിക്കൽ ട്രയലിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ലോകമൊട്ടുക്ക് 100 കണക്കിന് വാക്സിനും ചികിത്സാ വിധികളും ഇന്ന് വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധകാലാടിസ്ഥാനത്തിൽ. വരുന്ന 2, 3, 4 മാസത്തിനുള്ളിൽ തക്കതായ ചികിത്സയും ഒരു വാക്സിനും ഈ രോഗത്തിനെതിരെ ഉണ്ടാകും
ഇതുവരെ വന്നത് 11 മാസം എന്ന് പറയുന്നത് കാലതാമസം എന്ന് പറയാൻ സാധ്യമല്ല. അത് ഈ കാര്യത്തിൽ വേണ്ട അത്യാവശ്യ സമയം മാത്രമാണ്. ഇവിടെ ഒരു ദാസേനയും ആരുടെ പക്കലുമില്ല. ശാസ്ത്രം അതിൻ്റെ പങ്ക് ഇതിൽ വേണ്ടവണ്ണം വിനിയോഗിച്ചിരിക്കുകയാണ്. അതിലൊരു തർക്കവുമില്ല. കോവിഡിനെ വലുതിലാക്കുവാനുള്ള തീവ്ര ശ്രമങ്ങൾ ശാസ്ത്രജ്ഞർ യുദ്ധകാലാടിസ്ഥാനത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഫലവത്തായ വാക്സിനുകളും ചികിത്സകളും വളരെ വിദൂരമില്ലാത്ത ഭാവിയിൽ എത്തുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വാക്സിൻ ആദ്യം ആർക്ക് കൊടുക്കണം? കാരണം ലോകം ഒട്ടുക്ക് 750 കോടിയിൽ ഒരു 700 കോടിയെങ്കിലും വാക്സിൻ വരുന്ന ദിവസം കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഇവിടെ നമുക്ക് സ്വീകരിക്കാം. കാരണം എല്ലാവർക്കും ആശങ്കയാണ്, എല്ലാവർക്കും ജീവനിൽ കൊതിയാണ്, എല്ലാവരും ഇതിനെ ഭയക്കുന്നു. അങ്ങനെ 700 കോടിക്ക് ഒരു പ്രത്യേക ദിവസം വാക്സിൻ ഉത്പാദിപ്പിച്ച് കൊടുക്കാൻ ഒരു രാജ്യത്തിന് സാധിക്കില്ല, ഒരു സിസ്റ്റത്തിനും അത് സാധിക്കില്ല. അപ്പൊ ഇതിലൊരു പരിഗണന വേണം. അതാണ് ഇന്ത്യയിലെ ആ മുൻഗണനാ പരിഗണന സൃഷ്ടിക്കുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഹെൽത്ത് മിനിസ്ട്രി, നമ്മുടെ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും വളരെ വിശദമായി കാര്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കാണ് ഇതിൽ പ്രയോറിറ്റി ആദ്യം കൊടുക്കേണ്ടത്? എല്ലാവർക്കും ഒരു ദിവസത്തിൽ കൊടുക്കാൻ സാധ്യമല്ല. അതിന് വാക്സിൻ ഉണ്ടാകണം, കൊടുക്കാൻ സാധിക്കുകയും വേണം. ആ വാക്സിൻ എല്ലാ സ്ഥലത്തും ഉണ്ടാക്കുന്ന സ്ഥലത്തും എത്തിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാവണം. ഇതെല്ലാം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടൊരു വലിയ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആദ്യം ആർക്ക് കൊടുക്കും? ശരിക്കും പറഞ്ഞാൽ അതിന് മുൻഗണനാ വിഭാഗത്തിൽ 1ാം സ്ഥാനത്ത് വരുന്നത് ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർമാരും നഴ്സുമാരും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫിനുമാണ് ആദ്യത്തെ പ്രയോറിറ്റി. അതുപോലെ തന്നെ പോലീസ് പേഴ്സണൽ, പ്രായാധിക്യം വന്ന സീനിയർ സിറ്റിസൺസ്, കുട്ടികൾ, ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി ലിസ്റ്റ് ഓരോ രാജ്യവും ഇപ്പം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ഭയമുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇത്രയേറെ ഒരു ഡിമാൻഡുള്ള ഒരു വസ്തു ആദ്യമായി മാർക്കറ്റിൽ എത്തുന്നു, അത് അംഗീകാരം ലഭിച്ചു എന്ന് കണ്ടാൽ സമ്പന്ന രാജ്യങ്ങൾ അമേരിക്കയെ പോലെ കോവിഡ് ബാധിച്ച് അതിൻ്റെ മൂർധന്യത്തിൽ നിൽക്കുന്ന അവശമായി നിൽക്കുന്ന സമ്പന്ന രാജ്യമൊക്കെ ഈ ഉണ്ടാക്കുന്ന വാക്സിൻ ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും മുഴുവൻ എന്ത് വില കൊടുത്ത് വാങ്ങിക്കാനൊക്കെ തയ്യാറായിരിക്കും. അപ്പോൾ സാധാരണക്കാരായ ആളുകൾക്ക്, പാവപ്പെട്ട രാജ്യങ്ങൾക്ക്, ദരിദ്ര രാജ്യങ്ങൾക്ക് ഈ സാധനം സമീപ ഭാവിയിൽ കിട്ടാനില്ലാതെയാകും. ഇത് ഉത്പാദിപ്പിക്കുന്ന പ്രൈവറ്റ് സ്ഥാപനങ്ങളെ ഈ അവസരം ഉപയോഗിച്ച് വമ്പിച്ച ലാഭം ഉണ്ടാക്കാൻ ഒരു വലിയ ശ്രമം നടത്തിയിട്ട് ഇത് വലിയ വിലയിൽ ഈടാക്കി തുടങ്ങും. അത് സാധാരണക്കാരന് താങ്ങാനാവാത്ത വിലയാകും. അപ്പോൾ അതിനെയൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നുള്ളതൊരു വലിയ കീറാമുട്ടിയായി ഇന്ന് നയരൂപീകരണത്തിൽ എല്ലാവരും ചേർന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെല്ലാവരും തീരുമാനം ഉണ്ടാകുമെന്ന് ന്യായമായും പ്രതീക്ഷിക്കാം. ഏതായാലും വരും കാലം കോവിഡിനെതിരെ ഒരാക്രമണം മനുഷ്യന്റെ ഭാഗത്തു നിന്ന് ആദ്യമായി ശാസ്ത്രീയമായ ഒരു പ്രത്യാക്രമണത്തിലുള്ള തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയായി വരുന്നു. ഏതാനും മാസങ്ങൾക്കുള്ളിൽ തിരിച്ചുള്ള ആക്രമണം ആരംഭിക്കും. അത്രയും അത് തുടങ്ങുമ്പോൾ കോവിഡിന് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരും എന്ന് ന്യായമായും പ്രതീക്ഷിക്കാം. അത് വാക്സിനായിരിക്കും ഏറ്റവും ശക്തമായ ഒരു ആയുധം മനുഷ്യന്റെ കയ്യിൽ വരിക എന്ന് ന്യായമായും നമുക്ക് കരുതാം. അവസാനമായി വളരെ പ്രസക്തമായ, വളരെ ചിന്തോദ്ദീപകമായ, വളരെ സങ്കീർണമായ ഒരു വിഷയം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. ഈ COVID-19 എന്ന് പറയുന്ന ലോകത്തെ മൊത്തത്തിൽ 216 രാജ്യങ്ങളെ മുൾമുനയിലാക്കി നിർത്തിയിരിക്കുന്ന ഈ മഹാമാരി ഇപ്പോഴും ശാശ്വതമായൊരു പരിഹാരം കയ്യെത്തിപ്പിടിക്കാൻ മനുഷ്യരാശിക്ക് കഴിയാതെ വിറച്ചു നിൽക്കുന്ന ഒരു ഘട്ടം. ഈ ഘട്ടത്തില് ഈ വൈറസ് എവിടെ നിന്ന് വന്നു? ഈ അജ്ഞാതൻ, ഈ ഭീകരൻ എവിടെ നിന്ന് വന്നു? ചൈനയിലാണ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത്. അവിടെ പ്രകൃതിയുടെ വികൃതിയായിട്ട് സാധാരണഗതിയിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടതാണോ, അത് ഇതിനെ മനുഷ്യൻ ബോധപൂർവം ഉണ്ടാക്കി വിട്ടതാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ചിന്താവിഷയം. ഇത് ചൈന വികസിപ്പിച്ച ഒരു ജൈവ ആയുധമാണെന്ന് പരാതി ഉയർന്നിട്ടുണ്ട്. ചൈനയിലെ വുഹാനിലാണ് 2019 ഡിസംബറിൽ ആദ്യം കാണുന്നത്. ചൈനയാണ് ഇവിടുത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമെന്ന് ഞാൻ പറഞ്ഞു. മറ്റെല്ലാ രാജ്യങ്ങളെയും ഇത് ബാധിച്ച് പലയിടത്തും വളരെ സങ്കീർണമായ അവസ്ഥ സൃഷ്ടിച്ചു. ഇറ്റലി പോലെയുള്ള രാജ്യങ്ങളിൽ, അമേരിക്കയിലൊക്കെ 106 ലക്ഷം ആളുകൾ ഈ രോഗം ബാധിച്ച് നിൽക്കുകയാണ്. ഇപ്പോഴും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയൊരു സാഹചര്യം സൃഷ്ടിച്ച ഈ രോഗം ഇതിന്റെ ഉറവിടമായ ചൈനയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ കടന്നുപോയി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ചൈനയിലെ കാര്യങ്ങളിലെല്ലാം രഹസ്യതയുണ്ട്, കൃത്യമായൊന്നും ആർക്കും അറിയില്ല. അപ്പൊ അവിടെ ഇതിന്റെ ഉറവിടത്തിൽ വലിയ പ്രശ്നം ഉണ്ടാക്കാതെ കടന്നുപോയി.
പക്ഷെ മറ്റു രാജ്യങ്ങളിലെല്ലാം വമ്പിച്ച പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് ഇപ്പോഴും നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇതെങ്ങനെയെന്നുള്ള സംശയം പലരുടെയും മനസ്സിലുണ്ട്. ചൈനയാണ് ഏറ്റവും ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ, അവിടെയാണ് ഏറ്റവും കൂടുതൽ കേസ് ഉണ്ടാകാൻ സാധ്യത. പക്ഷെ അതല്ല സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതേക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ആദ്യം അമേരിക്കൻ അഡ്മിനിസ്ട്രേഷനാണ് ഇത് പറയുന്നത്. ഇത് ചൈന നിർമ്മിച്ച് ബോധപൂർവം പ്രയോഗിച്ച് പരീക്ഷിച്ചു നോക്കിയ ഒരു ജൈവ ആയുധമാണ് COVID-19. COVID-19 ജൈവ ആയുധം എന്ന് പറഞ്ഞാൽ രോഗാണുക്കളായോ രോഗാണുക്കൾ ഉത്പാദിപ്പിക്കുന്ന വിഷപദാർത്ഥങ്ങളെയോ സൈനിക ആവശ്യത്തിന് വേണ്ടി ഒരു ആയുധം കണക്കെ ഉപയോഗിക്കുന്നതിന് ജൈവ ആയുധം എന്ന് പറയാം. അത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുന്ന യുദ്ധരീതിയെ ബയോളജിക്കൽ വാർഫെയർ എന്ന് വിളിക്കും. ഈ ബയോളജിക്കൽ വാർഫെയർ ജൈവ ആയുധത്തിന്റെ ഗവേഷണവും അതിന്റെ നിർമ്മാണവും അതിനെക്കുറിച്ചുള്ള പഠനവും ഒക്കെ ഈ വികസിത രാജ്യങ്ങൾക്കൊന്നും മുക്തരിയല്ല. അമേരിക്കയും ചൈനയും റഷ്യയും ബ്രിട്ടനും ഫ്രാൻസും എല്ലാം അവരുടെ ഡിഫൻസിന്റെ ഭാഗമായി വളരെ ശക്തമായ ഗവേഷണ മേഖലകളായി ജൈവ ആയുധത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അത് എത്രയോ വർഷങ്ങളായി നടന്നു വരുന്നു. പക്ഷേ ഈ ആയുധത്തിന് ഒരു വലിയ കുഴപ്പമുള്ളത് ഇത് ഇരുതലയ്ക്ക് മൂർച്ചയുള്ള ഒരു ആയുധമാണ്. ഇതിനെ ഒരിക്കൽ ഏതെങ്കിലും ഒരു ശത്രുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് നാം പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിയന്ത്രണത്തിലില്ലാതെ ഇത് പ്രകൃതിയിലേക്ക് വ്യാപിച്ചു കഴിഞ്ഞാൽ ഇത് പോകുന്ന ഏതെല്ലാം വഴിക്കാണെന്ന് നമുക്ക് വിട്ടയാളെ നിയന്ത്രിക്കാൻ സാധ്യമല്ല. അപ്പോൾ ഒരു സന്ദർഭത്തിൽ അത് വികസിപ്പിച്ച് പ്രയോഗിച്ച രാജ്യത്തിന് തന്നെ എതിരായി വിനയായി ഭവിക്കാനുള്ള സാധ്യത ഇതിലുള്ളത് കൊണ്ട് ഇത് രണ്ടു തലയ്ക്ക് മൂർച്ചയുള്ള ഒരു ആയുധമാണ്. അത് വളരെ സൂക്ഷിച്ച് ഉപയോഗിച്ചില്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളിന് തന്നെ വിനയായി വന്നേക്കാം എന്നുള്ള ഭയമുള്ളത് കൊണ്ട് ഇത് വ്യാപകമായി ഇതുവരെ അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഉന്മൂലനം ചെയ്ത സ്മോൾ പോക്സ്, അതായത് വസൂരി വൈറസിനെ, മറ്റേ ആന്ത്രാക്സ് ബാസിലസിനെ ഒക്കെ ഈ കാര്യത്തിൽ ഉപയോഗിക്കാനുള്ള പഠനം പ്രകൃതിയായി പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്, ചൈനയിലും നടക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി ചൈന വികസിപ്പിച്ചതാണ്. ചൈന ജനിതക തലത്തിൽ മാറ്റം വരുത്തി കൂടുതൽ മാരകശേഷി ആർജിച്ച ഒരു കൊറോണ വൈറസിനെ സൃഷ്ടിച്ച് ആദ്യമായി അതിന്റെ മാരകശേഷി പഠിക്കാൻ വേണ്ടി വുഹാനിൽ തുറന്നുവിട്ടതാണെന്നും അത് തുറന്നുവിടുമ്പോൾ അത് പ്രശ്നം സൃഷ്ടിക്കുമെന്ന് ധാരണയുണ്ടായിരുന്നുകൊണ്ട് അവർ മുൻകരുതലുകൾ എടുത്ത് അതിനെ ഫലപ്രദമായി അവർ പ്രയോഗിച്ച സ്ഥലത്ത് തന്നെ നിയന്ത്രിച്ചു എന്നും കരുതുന്നവരുണ്ട് ഇന്ന് ലോകത്ത്, പ്രത്യേകിച്ചും അമേരിക്കയിൽ ഇപ്പം ഇലക്ഷനിലൊക്കെ പരാജയപ്പെട്ടു നമ്മൾ പറയുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ കാര്യം പരസ്യമായി പലതവണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, അതായത് ചൈനയിലെ വുഹാനില് കോവിഡ് പരന്ന് പലർക്കും ധാരാളമായി രോഗം പടർന്നപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിൽ ചൈന അവിടെ ലോക്ക്ഡൌൺ നടപ്പാക്കി, കേരളത്തിൽ നടപ്പാക്കിയതിൽ ശക്തമായി നടപ്പാക്കി. റെഡ് വോളണ്ടിയേഴ്സ് അക്ഷരാർത്ഥത്തിൽ ഓരോ വീട്ടിലും കയറി ഇറങ്ങി ഓരോ വ്യക്തികളെയും പിന്തുടർന്ന് പാലിച്ചെന്ന് ഉറപ്പുവരുത്തിയാണ് അവിടെ നിയന്ത്രണാധീനമാക്കിയത്. പക്ഷേ ട്രംപ് പറയുന്നു, ആ രാജ്യത്തുനിന്ന്, ആ മേഖലയിൽ നിന്ന് പുറം രാജ്യങ്ങളിലേക്ക്, അന്യരാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസ് ഈ ശക്തമായ ലോക്ക്ഡൌണിലും ചൈന നിരോധിച്ചില്ല. അതിനൊരു ഉദ്ദേശമേ ഉള്ളൂ, അവിടുത്തെ ആളുകൾക്ക് ഈ രോഗം രൂക്ഷമായി നിയന്ത്രണത്തിന് അതീതമായി പോകരുതെന്ന് നിയന്ത്രണാധീനമാക്കണം. തത്സമയം അവിടെ നിന്ന് ഈ വൈറസ് മറ്റ് രോഗകേന്ദ്രങ്ങളിലേക്ക് പടരണം എന്ന് ബോധപൂർവം തീരുമാനിച്ചതിന്റെ ഫലമായിട്ടാണ് അവിടെ നിന്നുള്ള വിമാന സർവീസ് ഫ്ലൈറ്റുകളൊന്നും നിയന്ത്രിക്കാതെ മറ്റു രാജ്യങ്ങളിലേക്ക് വിമാനം പറത്തിക്കൊണ്ടിരുന്നത്. അങ്ങനെയാണ് ഈ ലോകം മുഴുവൻ പടർന്നതെന്നും അതുകൊണ്ട് ചൈനയാണ് ഇതിന് ഉത്തരവാദിയെന്നും ഈ വലിയ ഭീഷണി ലോകത്തിന് നൽകിയ ചൈനയെ അതിന് ശിക്ഷിക്കണമെന്നും WHO മറ്റും ട്രംപ് അഡ്മിനിസ്ട്രേഷൻ കൂടെ ആവശ്യപ്പെടുന്നു. ഇത് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിന് നേരിട്ടുള്ള തെളിവുകൾ, ഡയറക്റ്റ് എവിഡൻസ് വളരെ കുറവാണ്. പക്ഷേ പരോക്ഷമായ എവിഡൻസുകൾ ഇതിൽ ഈ തരത്തിലുള്ള ഒരു സൂചന തരുന്നുണ്ട്. കാരണം മറ്റു രാജ്യങ്ങളെ പലതരത്തിലും ക്ഷയിപ്പിക്കാൻ, ഇപ്പൊ നമ്മൾ ഈ മഹാമാരി വന്നപ്പോൾ കണ്ടു, ഇതിൽ രോഗം വരുന്നതും അതുണ്ടാക്കുന്ന യാതനകളും ബുദ്ധിമുട്ടുകളും മാത്രമല്ല, ഇത് അക്ഷരാർത്ഥത്തിൽ സാമ്പത്തികമായി ഓരോ രാജ്യത്തെയും പിടിച്ചു കുലുക്കി സമ്പദ് വ്യവസ്ഥയെ കംപ്ലീറ്റ് താറുമാറാക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. അത്രയ്ക്ക് പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അതിനെ ഒരു ജൈവ ആയുധമായി പ്രയോഗിച്ച് മറ്റു രാജ്യങ്ങളിലെല്ലാം സമ്പദ് ഘടനയെ തകർത്തു കഴിഞ്ഞാൽ ചൈനയ്ക്ക് ലോക നേതാവാകാൻ കഴിയും
എല്ലാ തലത്തിലും എന്നുള്ള ഒരു വിചാരത്തോടു കൂടി അവരുണ്ടാക്കി വിട്ടതാണെന്ന് കരുതുന്നു അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ. നേരായ തെളിവുകളൊന്നുമില്ല, പക്ഷേ പരോക്ഷമായ തെളിവുകൾ അതൊക്കെ സൂചിപ്പിക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇതൊരു ജൈവായുധമാണോ എന്നുള്ള ചോദ്യചിഹ്നത്തോടു കൂടി തന്നെ നിലനിൽക്കുകയാണ്. ഏതായാലും ആ വൈറസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അതൊരു വലിയ പ്രശ്നം സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിനെ നാം നേരിടുക തന്നെ വേണം. ഒരു വാക്സിനും ഇതിന് തക്കതായ ചികിത്സയും സമീപഭാവിയിൽ ഉണ്ടാകുമെന്നും ഈ വലിയ ദുരന്തത്തിൽ നിന്ന് നാം പതുക്കെ കരകയറുമെന്നും ഈ വാക്സിൻ കൂടുതൽ ആളുകൾ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ തക്കതായ ചികിത്സ രോഗം വന്നവർക്കെല്ലാം സമയത്ത് കിട്ടി, ഫലപ്രദമായ ചികിത്സ കിട്ടി തുടങ്ങുമ്പോൾ ഈ വൈറസിന് പിന്നെ കുടികൊള്ളാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം സമൂഹത്തിൽ ക്രമേണ കുറഞ്ഞു വരും. അതാണ് ശാസ്ത്രം. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ അതിന് സസെപ്റ്റബിൾ പോപ്പുലേഷൻ പറയും. അങ്ങനെ കുറഞ്ഞു വരുമ്പോൾ സസെപ്റ്റബിൾ പോപ്പുലേഷന്റെ പെർസെൻറ്റേജ് കുറഞ്ഞു വരുമ്പോൾ വൈറസിന് സമൂഹത്തിൽ വ്യാപകമായി രോഗം വരുത്താൻ കഴിയാതെ വരുമ്പോൾ ഈ മഹാമാരിയുടെ കാഠിന്യം താനേ ക്ഷയിച്ച് കുറയും. ഇന്നുവരെയുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, ഇന്നുവരെയുള്ള നമ്മുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നേ പറയാനുള്ളൂ, ഒരു പക്ഷേ എയ്ഡ്സിനെ പോലെ ഈ രോഗവുമായി നമുക്ക് സമരസപ്പെട്ട് സഹവസിച്ച് കഴിയേണ്ടി വരും. ഇതിനെ വാക്സിനും മരുന്നും ഉപയോഗിച്ച് നമ്മൾ ചേർത്ത് ഇതിന്റെ കാഠിന്യം കുറച്ച് പിടിച്ചു നിൽക്കാൻ പറ്റിയൊരു തലത്തിലേക്ക് താഴ്ത്തി ഇത് പെട്ടെന്ന് ഇല്ലാതെയാകുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല എന്നാണ് എൻ്റെ നിഗമനം. ഏതായാലും ഈ മഹാമാരിയെയും ലോകം താമസിയാതെ അതിജീവിക്കും എന്നുള്ള ഒരു ശുഭ സൂചനയാണ് എനിക്ക് ഈ അവസരത്തിൽ തരാനുള്ളത്. അതാണ് ശാസ്ത്രം കാണിച്ചു തരുന്ന വഴി, അതാണ് ശാസ്ത്രം വികസിപ്പിച്ച വഴി. ആ വഴിക്കാണ് ശാസ്ത്രം നീങ്ങുന്നത്, ആ വഴിക്കാണ് ലോകം നീങ്ങുന്നത്. അപ്പോൾ ഇതിനെ നിയന്ത്രണാധീനമാക്കാൻ കഴിയും. ഇന്നത്തെ ഈ മുൾമുനയിലായിട്ടുള്ള ലോകം സമാധാനത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രത്യാശയോടുകൂടി ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്നെ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.